وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിമിഷം വരെ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹദായ ഫضലിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ ബഖറ, അതിലെ 93 മുതൽ 96 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഏറ്റെടുക്കുമാറാകട്ടെ. ബഹുമാനമുള്ളവരെ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബനൂ ഇസ്രായീൽ എന്ന് പറയപ്പെടുന്ന വലിയൊരു സംഘത്തെ സംബന്ധിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് വാങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ കരാറുകളുണ്ട്. ആ കരാറുകളെ നമ്മൾ കുറെ കേട്ടതാണ്. കരാറുകളുടെ ലംഘനം അതിൻ്റെ പരമ്പര തന്നെയാണ് അവരുടെ പാരമ്പര്യം. കരാർ ലംഘനം അവരുടെ പാരമ്പര്യമാണ്. നോക്കൂ, ഒരു സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് അഖദിനാ മീസാഖക്കും വറഫഅനാ ഫൗഖകുമുത് തൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട്, അഥവാ തൂർ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് നാം അവരോടൊരു കരാറ് വാങ്ങിച്ചു. നോക്കണേ, സന്ദർഭം നോക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടിട്ടാണ് കരാർ വാങ്ങിച്ചിരിക്കുന്നത്. തൂർ പർവ്വതത്തെ അല്ലാഹു അവരിൽ നിന്ന് ഉയർത്തുകയാണ്. എന്നിട്ട് അല്ലാഹു അവരോടൊരു കരാർ വാങ്ങിക്കുകയാണ്. ആ കരാറിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, മാ ആതൈനാകും ബിഖുവ്വത്തിൻ വസ്മഉ. നിങ്ങൾ ആ കരാറിനെ ശക്തമായി മുറുകെ പിടിക്കണം. അതേപോലെ തന്നെ കരാറ് വ്യവസ്ഥിതികൾ വസ്മഉ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി യഹൂദികളോട്. അവര് തിരിച്ചു മറുപടി എന്താ പറഞ്ഞത്? തിരിച്ചു മറുപടി പറഞ്ഞത്, ഖാലു സമിഅനാ വഅസൈനാ. സമിഅനാ വഅസൈനാ, ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും, പക്ഷേ വഅസൈനാ, ഞങ്ങൾ എതിര് പ്രവർത്തിക്കും. കണ്ട, ഞങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും, പക്ഷേ ഞങ്ങൾ അതിന് എതിര് പ്രവർത്തിക്കും.
എന്താ കാരണം? അവരെ അത്രമേൽ അങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ്? അല്ലാഹ് തൊട്ടടുത്ത് പറയുകയാണ്, അവരുടെ സത്യനിഷേധ നിമിത്തമായി അഥവാ അവരുടെ കുഫ്ർ കാരണമായി പശുവിനോടുള്ള ആരാധന അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, അവരുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. മാറ്റിയിട്ടില്ല. 40 ദിവസം തൗറാത്ത് വാങ്ങിക്കുന്നതിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സീനാ പർവ്വതത്തിന്റെ ചാരത്തേക്ക് അള്ളാഹുവിന്റെ വഹീ പ്രകാരം പോവുകയാണ്. ഈ സമയത്താണ്, ഈ 40 ദിവസത്തിന്റെ ഇടയിലാണ് പശുക്കുട്ടിയോടുള്ള പ്രേമമുണ്ടാകുകയും പശുക്കുട്ടിയെ അവര് അള്ളാഹു അല്ലാത്തതിനെ പശുക്കുട്ടിയെ അവർ ആരാധിക്കുകയും ചെയ്തു. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗറാത്തുമായി മടങ്ങി വന്നു, വ്യത്യസ്തമായ കരാറുകളിൽ അവരുമായിട്ട് ഏർപ്പെട്ടു. എന്നിട്ടും ആ പഴയ കുഫിരിയത്ത് അഥവാ പശുവിനോടുള്ള ഭക്തിയും പൂജയും അവരുടെ ഹൃദയത്തിൽ നിന്ന് അവർ മാറ്റിയിരുന്നില്ല. അത് കാരണത്താൽ അള്ളാഹു അവരോട് ചെയ്തിട്ടുള്ള കരാറുകളെ ഏറ്റെടുക്കാൻ അവർ വിസമ്മതിക്കുകയാണുണ്ടായി. നോക്കണേ മുഅ്മിനീങ്ങളെ, കുഫിരിയത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ കലർന്നു പോവുകയും അതിന് വലിയ വേരോട്ടം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് തൗഹീദ് കടന്നു വരിക എന്ന് പറയപ്പെടുന്നത് വലിയ പ്രയാസമാണ്. തൗഹീദ് കടന്നു വരിക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണല്ലോ, നോക്കണേ നിങ്ങൾ, ഏറ്റവും വലിയ ചരിത്രം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീണ്ട 13 വർഷം, 1-2 വർഷമല്ല, നീണ്ട 13 വർഷം മക്കയിൽ നിരന്തരം പ്രബോധനം ചെയ്തത് ഏതിനെയാണ്? തൗഹീദാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ചാണ്, അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ സംബന്ധിച്ചാണ്, അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചാണ്, അള്ളാഹുവിനെ പറ്റിയാണ്. എന്തുകൊണ്ട് നീണ്ട 13 വർഷം നിരന്തരം രാവും പകലും വ്യത്യാസമില്ലാതെ എന്തുകൊണ്ട് ഒരേ ഒരു സബ്ജക്റ്റ് മാത്രം പ്രബോധനം ചെയ്തു? അത്രമേൽ മക്കയിലെ മനുഷ്യരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ലാത്തയും ഉസ്സയും മനാത്തയും എന്ന് തുടങ്ങിയ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും അതേപോലെ തന്നെ ബിംബങ്ങളും വ്യക്തിപൂജകളും ഇതെല്ലാം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അത്രമേൽ ആഴത്തിൽ ആണ്ടുകൊണ്ട് കിടന്നിരുന്നു, സ്ഥാനം പിടിച്ചിരുന്നു. അത് പറിച്ചു മാറ്റണം. പ്രയാസമുള്ള കാര്യം, പെട്ടെന്ന് മാറ്റാൻ കഴിയൂല, പെട്ടെന്നത് മാറൂല, മെല്ലെ മെല്ലെ അതിനെ മാറ്റാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നീണ്ട 13 വർഷക്കാലത്തോളം എടുത്തത്. ഇവര് മറുപടി പറഞ്ഞതും അങ്ങനെയാണ്, ഞങ്ങൾ കേൾക്കും, പക്ഷേ ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ത് കാരണത്താലാണ് പറഞ്ഞത്? കുഫ്രിയത്ത് കാരണത്താൽ അഥവാ സത്യനിഷേധം കാരണത്താൽ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പശുവിനോടുള്ള പൂജയും പശുവിനോടുള്ള അദമ്യമായ ആ താല്പര്യവും അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരപ്രകാരം പറഞ്ഞത്. ഖുൽ, അവരോട് പറയുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിക്കുന്നത് ഏറ്റവും ചീത്തയായ, ഏറ്റവും മോശമായ കാര്യമാണ്. അള്ളാഹ് മറുപടി പറയുകയാണ്, നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മോശമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ രണ്ടാമത് അവരുടെ ഒരു വാദമായിരുന്നു, നാളെ ഞങ്ങളാണ് എല്ലാ നിലയ്ക്കും ജേതാക്കൾ എന്ന് പറഞ്ഞാൽ, നാളെ എന്ന് പറഞ്ഞാൽ ആഖിറത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനീയരാണ് ഞങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി ആളുകൾ, ഞങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി സമൂഹങ്ങളും സമുദായങ്ങളും എല്ലാം. ഞങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാരാണ്, ഞങ്ങളാണ് അള്ളാഹുവിന്റെ അടുക്കൽ അടുത്ത സ്ഥാനമുള്ളവർ. നാളെ ഏറ്റവും വലിയ മഹിതമായ സ്ഥാനവും ബഹുമാനവും ആദരവും വിജയവും ഒക്കെ പരലോകത്ത് ലഭിക്കുന്നത് ഞങ്ങൾക്കാണ് എന്നവർ വാദിച്ചുകൊണ്ട് നടന്നവരാണ്. ഇസ്രായേലിയർ, യൂതന്മാർ വാദിച്ചുകൊണ്ട് നടന്നവരാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഖുൽ ഇൻ കാനത ലകുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിന്നാസ്. പറയുക,
നബിയെ അവരോട് പറയുക, നബിയെ ചോദിക്കുക, അള്ളാഹുവിങ്കൽ പരലോക വിജയം, പരലോക ഭവനത്തില് മറ്റ് ജനങ്ങളെക്കാൾ, മറ്റ് ജനങ്ങൾക്കൊന്നുമില്ലാത്തതിനേക്കാൾ പ്രത്യേകത അവർക്കുണ്ട് എന്ന് അവർ വിശ്വസിക്കുകയും അവർ വാദിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അവരോടൊന്ന് ചോദിക്കുക, സാധിക്കും. അപ്പൊ ദുനിയാവിനേക്കാൾ ഞങ്ങൾക്ക് വലിയ പ്രശസ്തിയും ഞങ്ങൾക്ക് വലിയ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് നാളെ ആഖിറത്തിലാണ് എന്ന്, ഞങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അടുപ്പക്കാരാണെന്ന് അവർ പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നബിയെ അവരോട് ചോദിക്ക്, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുന്നില്ല? മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങൊന്നും സാധിക്കും. നിങ്ങൾ പറയുന്ന വാദം അത് ഏറ്റവും സത്യസന്ധമാണ് എങ്കിൽ മരണത്തെ നിങ്ങളൊന്ന് ഒന്ന് ആഗ്രഹിക്കും. അല്ലാഹു പറയുകയാണ്, അവരൊരിക്കലും മരണം അത് വലിയ ഭയപ്പാടോടെയാണ് അവർ കാണുന്നത്. മരണം അവർ ഇഷ്ടപ്പെടുന്നേയില്ല, മരണത്തെ അവർ ആഗ്രഹിക്കുകയേ ഇല്ല. എന്താ കാരണം? ബിമാ ഖദ്ദമത് ഐദീഹിം, അത്രമേൽ കുഫ്രിയത്തും അത്രമേൽ ശിർക്കും അത്രമേൽ പാപകർമ്മങ്ങളും അവർ കാലേക്കൂട്ടി ചെയ്തു വെച്ചിരിക്കുകയാണ്. കാലേക്കൂട്ടി അവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. പാപങ്ങളിൽ അവർ കഴിഞ്ഞുകൂടുകയാണ്. അവർ ആഖിറത്തെയോ മരണത്തെയോ ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും അവർ ഇഷ്ടപ്പെടുകയില്ല. ഈ അക്രമിക്കൂട്ടങ്ങളെ അള്ളാഹു കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ബനു ഇസ്രായേലിലെ അവരെ സംബന്ധിച്ചാണ്, അവരുടെ ചരിത്രമാണ് പറഞ്ഞു തരുന്നതെങ്കിലും നമ്മളിലേക്ക് നമ്മൾ ഇതിനെ ചേർത്ത് വായിക്കണം. നമ്മിലേക്കും ഇതിനെ ചേർത്ത് വായിക്കണം, നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് രണ്ടാമത്തത്. അപ്പൊ ഒന്നാമത്തത് എന്താണ്? ആഖിറത്തിൽ അവരെത്തിയാൽ അള്ളാഹുവിന്റെ ഉന്നത സ്ഥാനീയരാണ്, റബ്ബിന്റെ അടുത്ത് വലിയ സ്ഥാനം ഉണ്ടെന്ന് അവർ വാദിച്ചു. രണ്ടാമത്തെ എന്താണ് അവരെ സംബന്ധിച്ച്? وَلَتَجِدَنَّهُمْ أَحْرَصَ النَّاسِ عَلَى حَيَاةٍ وَمِنَ الَّذِينَ أَشْرَكُوا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയെ അവര് ജീവിതത്തെ വല്ലാതെ കൊതിക്കുന്നവരാണ്. ജീവിതത്തെ വല്ലാതെ കൊതിക്കുന്നവരാണ്. ഐഹിക ജീവിതത്തെ വല്ലാതെ കൊതിക്കുന്നവരാണവർ. ആരേക്കാൾ? മുശ്രിക്കീങ്ങളെക്കാൾ. വമിനല്ലദീന അശ്റകൂ, ബഹുദൈവ ആരാധകരെക്കാളും അവർ ജീവിതത്തെ, ഭൗതിക ജീവിതത്തെ ഏറ്റവും കൂടുതൽ കൊതിക്കുന്നവരാണ്. മരണം എന്ന് പറയുന്നത് അവർക്ക് വലിയ ഭയപ്പാടാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. മരണം എന്ന് പറയുന്നത് വലിയ ഭയപ്പാടാണ്. അയവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനത്തിൻ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സന, 1000-ലധികം കൊല്ലങ്ങളോളം ആയുസ് കിട്ടി ജീവിക്കണം എന്ന് കൊതിച്ചുകൊണ്ട് കഴിയുന്നവരാണവർ, ആഗ്രഹിച്ചുകൊണ്ട് കഴിയുന്നവരാണവർ. പക്ഷേ വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ, 1000-ഓളം കൊല്ലം ഇനി അവർക്ക് ആയുസ് ദൈർഘ്യമുണ്ടാവുകയും അവർ ജീവിക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ, എന്നിരുന്നാലും വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബ്, റബ്ബിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കപ്പെടുന്നതല്ല. അത് പിടികൂടുക തന്നെ ചെയ്യും. റബ്ബിന്റെ ശിക്ഷ അവരെ പിടികൂടുക തന്നെ ചെയ്യും. അവർ 1000-ഓളം കൊല്ലം ജീവിച്ചിരിക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. പക്ഷേ അങ്ങനെ അവർ ജീവിച്ചിരുന്നാലും ശിക്ഷ അവരെ വിട്ടൊഴിഞ്ഞു പോകുന്നതല്ല. വല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് ഭൂമി ലോകത്ത് കാട്ടിക്കൂട്ടിയത്, അവർ പ്രവർത്തിച്ചു കൂട്ടിയത് എല്ലാം വളരെ കൃത്യമായി കണ്ടുകൊണ്ട്, വീക്ഷിച്ചുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട് റബ്ബ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ സത്യമാണ്. അള്ളാഹു അവർ ചെയ്തു കൂട്ടിയതെല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അവരുടെ പിന്തുടർച്ചക്കാരായ ആളുകൾ ഫലസ്തീനിന്റെ മേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗസയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്നലെ ഖത്തറിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താകുമെന്ന് പറയാൻ പറ്റൂല. ഇതിങ്ങനെ നിരന്തരം ലോകത്ത് വലിയ ഭീഷണിയായി മാറുകയാണ് സൈനിസം, വലിയ ഭീഷണിയായി മാറുകയാണ് സൈനിസം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരുടെ പാരമ്പര്യം അതാണ്, കരാറുകളുടെ ലംഘനം, അള്ളാഹുവിനോടുള്ള ധിക്കാരം, അഹങ്കാരം. ഇന്നലെ നമ്മൾ കേട്ടല്ലോ, അഹങ്കാരം, ഹൃദയം നിറയെ അഹങ്കാരമാണ്. പിന്നെ വല്ലാത്ത തെളിവില്ലാത്ത വാദഗതികൾ, ഇതൊക്കെയാണ് അവരുടെ മുഖമുദ്ര. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതിൽ ചിലതൊക്കെ ഈ ഉമ്മത്തിലേക്കും ബാധിച്ചിട്ടുണ്ട്. ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തിനെയൊക്കെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നുവോ അതിനെയൊക്കെ ഇലാഹെന്ന് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്ന സകലതിനെയും എടുത്ത് വെളിയിലേക്ക് കളഞ്ഞിട്ട് ഏകനായ ഉടമസ്ഥനായ അള്ളാഹുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ റബ്ബിൽ അഭയം തേടലല്ലാതെ വേറൊരു മാർഗം മുസ്ലിം ഉമ്മത്തിന് ഇല്ല. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖകുമുത് തൂറ خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت